അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സർവശക്തനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആകാശഭൂമികളുടെ സൃഷ്ടാവായ നമ്മളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ആ റബ്ബ് അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ. അവനല്ലാതെ മറ്റാരും ആരാധനക്കർഹരായിട്ടില്ല. അവനാണ് സർവശക്തൻ. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഖാലിഖു കുല്ലി ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. സഹോദരങ്ങളെ, അല്ലാഹു തആല നമുക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. സൂക്ഷ്മജ്ഞാനിയായ സർവജ്ഞാനിയായ അള്ളാഹുവിങ്കൽ നിന്ന് ഖുർആൻ നമുക്ക് ഇറക്കിത്തരുകയും അവനിൽ നിന്നു തന്നെ അതിന് കൃത്യമായ വിശദീകരണങ്ങളും വിവരണങ്ങളും നൽകുകയും ചെയ്തു അള്ളാഹുവിൻ്റെ റസൂലിൽ കൂടി. ഈ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഈ ഖുർആൻ തീർച്ചയായും ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്നു. സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് ഈ ഖുർആൻ നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അങ്ങനെയുള്ള ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ ആദ്യമായി നമ്മൾ സ്തുതിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചു തന്നു എന്നത് തന്നെ ഒരു വല്ലാത്ത അനുഗ്രഹമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ പ്രവാചകനാണ് മനുഷ്യൻ്റെ നന്മകൾ, അവന് ഗുണകരമായിട്ടുള്ളത് എന്തെല്ലാമോ അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം നമുക്ക് നിഷേധിക്കുകയും ചെയ്തു. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എൻ്റെ അനുഗ്രഹം, അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് എല്ലാ വസ്തുവിനെയും വിശാലമാക്കിയിരിക്കുകയാണ്. മനുഷ്യനെന്നല്ല, ഭൂമി ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന വിശാലമായ റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമസ്കാരം നിർവഹിക്കുന്നവരായിരിക്കണം, പാവങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് സക്കാത്ത് നൽകുന്നവരായിരിക്കണം, യഥാർത്ഥമായ വിശ്വാസികളായിരിക്കണം. ആ വിശ്വാസികൾ എപ്പോഴും അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. പൂർവ്വവേദങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകന്മാരിൽ കൂടി, മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ കൂടിയും സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആ പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ആരായിരുന്നു ആ പ്രവാചകൻ? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നല്ലത് കൽപ്പിക്കുകയും വയൻഹാഹും അനിൽ മുൻകർ, ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന, എല്ലാ നല്ലതും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന, ചീത്തകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം നിരോധിക്കുന്ന ആ പ്രവാചകൻ. മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ കൈച്ചങ്ങലകളെയും എടുത്തെറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായ ഒരു വിശ്വാസത്തിലേക്ക്, അള്ളാഹുവിങ്കലേക്ക്, റബ്ബിങ്കലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകനെ ആര് പിന്തുടർന്നോ അവർക്കാണ് വിജയമുള്ളത്. അല്ലാഹു തആല പറയുന്നു, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. നബിയെ പറയുക, നിങ്ങളിലെല്ലാവർക്കുമുള്ള, അറബികളിലേക്കും അനറബികളിലേക്കും, കറുത്തവനിലേക്കും വെളുത്തവനിലേക്കും, എല്ലാ വർഗ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകനാണ് ഞാൻ. ആ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം. അതുകൊണ്ട് വിശ്വാസികളെ, നാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി ഷൈഅ. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരു പിതാവ് പുത്രനോ അല്ലെങ്കിൽ പുത്രൻ പിതാവിനോ
ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാത്ത ഒരു ദിവസം നമുക്കെല്ലാം വരാനിരിക്കുന്നുണ്ട്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ആ ഒരു ദിവസത്തിന് വേണ്ടി സൂക്ഷിക്കുക. ഇത് സത്യമാണ്, ഈ വാഗ്ദാനം സത്യമാണ്. ഫലാ യഗുറന്നക്കും മുൽ ഹയാത്തു ദുന്യ. ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആർഭാടങ്ങളും സന്തോഷങ്ങളും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗുറൂർ. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് നമ്മളെ വഞ്ചിച്ച് കളയുന്ന പിശാച്ച് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മുത്തഖുകളായി തഖ്വ നിർവഹിച്ചുകൊണ്ട് ഒരു നല്ല പരിണിതിയിലേക്ക് നാം ജീവിക്കണം. അള്ളാഹു തആല നല്ല മനുഷ്യന്മാരെ, സത്യസന്ധമായി ജീവിക്കുന്ന മനുഷ്യന്മാരെയാണ് അള്ളാഹു രക്ഷിക്കുക. അവർക്ക് യാതൊരു ഉപദ്രവം ഒരിക്കലും വരികയില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അത് ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ലതും ചീത്തയും വേർതിരിച്ചുകൊണ്ട് ജീവിച്ചാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പുറത്തു കടക്കാനുള്ള രക്ഷാമാർഗം അള്ളാഹു അവന് കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവനറിയാത്ത മാർഗങ്ങളിൽ കൂടി അള്ളാഹു അവന് വേണ്ടതെല്ലാം നൽകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആ റബ്ബിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ റബ്ബ് മതി മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമായി, മനുഷ്യൻ്റെ സമാധാനത്തിന്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവൻ്റെ ഏതൊരു കാര്യത്തിനും ഒരു എളുപ്പവഴി അള്ളാഹു തആല ഉണ്ടാക്കി കൊടുക്കും. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവൻ്റെ എല്ലാ അപാകതകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല മായ്ച്ചു കളയും. വയുഅല്ലിം ലഹു അജ്റ. അവൻ്റെ പ്രതിഫലം അവൻ കൊടുക്കും, കൂടുതലായി നൽകുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മനുഷ്യൻ്റെ നന്മയുടെയും തിന്മയുടെയും വിധി തീർപ്പ് അള്ളാഹുവിന് നൽകിക്കൊണ്ട് നാം ജീവിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഉഅ്ബുദു യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ആരാണോ ആ സൃഷ്ടാവായ റബ്ബിനെ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാരോ ആ റബ്ബ് ഒന്നാണ്, ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ. എങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ഇതാണ്. സൃഷ്ടാവായ മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും ഈ പ്രപഞ്ചങ്ങളുടെയും എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിലേക്കെല്ലാം അർപ്പിക്കുക, അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹ് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാഹു. അവനല്ലാതെ ഒരാരാധ്യൻ നിങ്ങൾക്കില്ല. അവനോ അർ റഹ്മാനുർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമാണവൻ. വഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുന്നവനാണവൻ. ലാ ഇലാഹ ഇല്ലാഹു. അവനല്ലാതെ ആരാധ്യൻ മറ്റാരുമില്ല. അൽ അസീസ് അൽ ഹക്കീം. സൂക്ഷ്മജ്ഞാനിയായ പ്രതാപിയാണവൻ. അവനെയാണ് നാം ആരാധിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ ഷഹാദത്തിൻ്റെ സാക്ഷ്യവചനത്തിൻ്റെ ആ മഹത്തായ വചനം മറ്റൊന്നുകൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ദൗത്യം, അദ്ദേഹം പ്രവാചകനാണെന്ന കാര്യം കൂടി നാം അംഗീകരിക്കേണ്ടതുണ്ട്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും. മുഹമ്മദ് എന്ന പ്രവാചകൻ നിങ്ങളുടെ ആരുടെയെങ്കിലും പിതാവല്ല. പിന്നെ വലാകിർ റസൂലല്ലാഹ്. അള്ളാഹു അയച്ച ദൂതനാണ് അദ്ദേഹം. വഖാത്തമൻ നബിയ്യീൻ. ദൂതന്മാർ അനേകായിരം ദൂതന്മാരിലെ അന്ത്യപ്രവാചകനുമാണവൻ. വക്കാനല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീമ. അവന് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ രണ്ട് സാക്ഷ്യവചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മൂലക്കല്ല്. അതാണ്. അങ്ങനെ ആ വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവന് ബാധ്യതകളുണ്ട് ജീവിതത്തിൽ. ഒന്നാമതായി 5 നേരത്തെ നമസ്കാരമാണ്. വ അഖിമിസ്സലാ. നീ നമസ്കാരം നിലനിർത്തണം. എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ പോരാ, നിത്യമായി ജീവിതത്തിൽ നിലനിർത്തണം. ഇന്ന സ്വലാത്ത
തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ തിന്മകളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ വിരോധിക്കുന്നതാണ്. വല ദിക്റുല്ലാഹി അക്ബർ, മറ്റെന്തിനേക്കാളും വലിയത് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയാണ്. അല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ ചെയ്യുന്നത് എന്തെല്ലാമാണോ എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസികൾ നമസ്കരിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിൻ്റെ ഓർമ്മ നിലനിർത്താൻ ആരാധനകൾ എന്നും നിലനിർത്തുന്നവരായിരിക്കണം. അതോടൊപ്പം പാവങ്ങളോടുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ട് സക്കാത്ത് നിർബന്ധമായ ദാനം നൽകുന്നവരായിരിക്കണം. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചു, നീ പിടിച്ചു വാങ്ങണം. ഖുദ് മിൻ അംവാലിഹിം സദഖ, ആ ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ സക്കാത്ത് അവരിൽ നിന്ന് നീ പിടിച്ചു വാങ്ങണം. എന്നിട്ടോ തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള സക്കാത്ത്, വതുസക്കീഹിം, അവരെ സംസ്കരിക്കാനുള്ള സക്കാത്ത്, അതവരിൽ നിന്ന് നീ വാങ്ങുക തന്നെ വേണം. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും വേണം. ഇന്ന സ്വലാത്തക്ക സക്കനുല്ലഹും, നിൻ്റെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു കേൾക്കുന്നവനും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അങ്ങനെ അള്ളാഹുവിനോടുള്ള നേരിട്ട് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാകുന്ന നമസ്കാരം, സൃഷ്ടിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രീതി വാങ്ങാൻ ആവശ്യമായ ദാനധർമ്മങ്ങൾ, പ്രത്യേകിച്ചും നിർബന്ധമായ സക്കാത്ത് എന്ന നിർബന്ധ ദാനം. അതോടൊപ്പം മനുഷ്യൻ സൗമു റമളാൻ, മൂന്നാമതായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം അതാണ്. റമളാനിൽ നോമ്പനുഷ്ഠിക്കണം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ഹുദല്ലിന്നാസ്, ജനങ്ങളുടെ മാർഗദർശനമായിക്കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിൻ്റെയും സത്യാസത്യ വിവേചനത്തിൻ്റെയും വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ആ ഖുർആൻ അവതരിപ്പിച്ച വിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കണം. ഫമൻ ഷഹീദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ അവൻ നോമ്പ് നിർബന്ധമായും നോൽക്കണം. ഇത് മനുഷ്യനും റബ്ബും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ മറ്റൊരു കാര്യമാണ് വിശ്വാസികൾ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട. അതിനുശേഷം വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ട മറ്റൊരു കർമ്മത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം ഇനിസ്തതാ ഇലൈഹി സബീല, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക്, കഅബത്തിലേക്ക് പോകാൻ വഴി സൗകര്യമുണ്ടെങ്കിൽ, അഥവാ യാത്രാ സൗകര്യം ഒത്തുവന്നാൽ, അതുപോലെ സാമ്പത്തിക ശേഷി ഒത്തുവന്നാൽ, ശാരീരികമായ ആരോഗ്യം ഒത്തുവന്നാൽ നിർബന്ധമായും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ നിങ്ങൾ ഹജ്ജിന് വേണ്ടി വിളിക്കണം. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് കാൽനടയായി ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ദൂരദിക്കുകളിൽ നിന്ന്, ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ വാഹനങ്ങളിലായി, ദീർഘയാത്ര കൊണ്ട് ക്ഷീണിച്ച വാഹനങ്ങളിലായിക്കൊണ്ടും ആളുകൾ എത്തിക്കൊണ്ടിരിക്കും. ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടി അവർ ഹജ്ജിന് വരും. നീ വിളിക്കുക എന്ന് പറഞ്ഞ ആ വിളി ഹജ്ജിനുള്ള നിർബന്ധമായ കൽപ്പനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ഇസ്ലാം കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ചില പ്രവർത്തനങ്ങളാണ്. എന്താണത്? ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് ഏകനായ ആരാധ്യനെന്നും മുഹമ്മദ് നബി അള്ളാഹു നിയോഗിച്ച ദൂതനാണെന്നും സ്വയം ജീവിതവൽക്കരിച്ചുകൊണ്ട്, ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കണം വിശ്വാസിയുടെ ജീവിതം. പിന്നീട് തുഖീമസ്സല, നമസ്കാരം നിലനിർത്തണം. വതുഅ്തിയ സക്കാ, സക്കാത്ത് നിർബന്ധമായ സക്കാത്ത് കൊടുക്കണം. വതസൂമ റമളാൻ, റമളാൻ നോമ്പനുഷ്ഠിക്കണം. വതഹുജ്ജൽ ബൈത്ത്, ഈ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യണം. ഇനിസ്തതഅത ഇലൈഹി സബീല, അതിന് സാധിക്കുമെങ്കിൽ. നിർബന്ധമുള്ളത് സാധിക്കുന്നവർക്ക് മാത്രമാണ്. എന്നിട്ടോ നബി പഠിപ്പിച്ചു വിശ്വാസകാര്യങ്ങളെ, ഇത് കർമ്മകാര്യങ്ങളാണ്. ഇനി വിശ്വാസകാര്യങ്ങളെ, വൽ ഈമാൻ
അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി. വിശ്വാസം എന്നത്, ഈമാൻ എന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ടുള്ള മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹു മനുഷ്യരിലേക്ക് ഇറക്കിത്തന്ന വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അള്ളാഹു മനുഷ്യർക്ക് മാർഗദർശനത്തിന് വേണ്ടി നിയോഗിച്ച മുർസലുകളിൽ ദൂതന്മാരിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ നാളത്തെ ലോകം, പരലോകം, ഈ ജീവിതത്തിന് ശേഷം നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള ഒരു ലോകമുണ്ട്, പരലോകം. ആ പരലോകത്തിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് വിധിച്ചത് നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധി അംഗീകരിക്കുകയും ആ വിധിയിൽ വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് ഇസ്ലാം ഈമാൻ കാര്യങ്ങൾ. ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം ഈ 4-6 കാര്യങ്ങളും. എന്നിട്ട് നബി നമ്മളെ പഠിപ്പിച്ചു ഈ ഇഹ്സാൻ, ഏറ്റവും നല്ല ഒരു ജീവിത മാർഗം എന്താണ്? അൻ തഅ്ബുദ റബ്ബക അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കുക, നീ അവനെ കാണുന്ന പോലെ. റബ്ബിനെ ഒരിക്കലും ഒരു മനുഷ്യന് ഇഹലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല. പക്ഷേ അവൻ നമ്മുടെ മുമ്പിലുള്ളതുപോലെ നമ്മൾ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷ്മതയും ജാഗ്രതയും നിഷ്ഠതയും പുലർത്തി ജീവിക്കുക. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈമാനും ഇസ്ലാമും ഈമാനും ഇഹ്സാനും. ഈ 3 കാര്യങ്ങളാണ് വിശ്വാസികളെ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ടത്. ഇതാ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്ന ഈ ഒരു മതം, ഈ ഒരു ആദർശം, ഈ ഒരു രീതി, ഈ ഒരു രീതിയിൽ കൂടിയുള്ള ജീവിതമാണ് നമുക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നൽകുന്നത്. ഇത് വിട്ടുപോയാൽ നാം ചീത്തയായി മാറും, നമ്മുടെ ജീവിതം ചീത്തയായി മാറും. ആ ഒരു ദീനിനെ, ഈ ഒരു ആദർശ രീതിയെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദിവസം അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതുപോലെയുള്ള ഒരു അറഫ ദിവസത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാനത്തെ ഹജ്ജിൽ വെച്ച് ഈ മസ്ജിദുൻ നബവിയുടെ ഈ സ്ഥാനത്ത് വെച്ചാണ് അല്ലാഹു തആല പ്രവാചകൻ ഈ ആയത്തിറക്കി കൊടുത്തത്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് ഈ ഒരു ദിവസം നിങ്ങളുടെ ആദർശം, മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ഇതനുസരിച്ച് ജീവിക്കുക എന്ന മഹത്തായ ആ ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതിനെ നിങ്ങളുടെ മതമാക്കി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നിറങ്ങിയ ആ പരിശുദ്ധ വചനം ഈ ഒരു സ്ഥാനത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ആ വചനവും കൊണ്ട് പ്രവാചകൻ നമ്മളെ അഭിമുഖീകരിച്ചു. അനുഗ്രഹമായിരുന്നു മനുഷ്യലോകത്തിന് ആ പ്രവാചകൻ. അള്ളാഹു തന്നെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോക ജനതയ്ക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. പ്രവാചകൻ്റെ നിയോഗം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യ സമൂഹത്തിന് മാത്രം അനുഗ്രഹമാണ്. കാരണം അതിനു മാത്രം മനുഷ്യന് ആവശ്യമായ എല്ലാ നന്മകളും മാത്രമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മനുഷ്യന് ദോഷകരമായ എല്ലാ തിന്മകളും ആ പ്രവാചകൻ വിരോധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഈ ഒരു മതം, ദീൻ, ആ ദീൻ അടിസ്ഥാനപരമായി 4 ചില അടിസ്ഥാനങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യന് ഗുണകരമായിട്ടുള്ളത് എന്തെല്ലാമുണ്ടോ അതൊക്കെ നാം പ്രവർത്തിക്കണം. മനുഷ്യന് ദോഷകരമായിട്ട് എന്തെല്ലാമുണ്ടോ അതെല്ലാം നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഖുർആൻ എല്ലാ നന്മകളും നാം സ്വീകരിക്കുക, എല്ലാ തിന്മകളും നാം നിരോധിക്കുക. ഇനി നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നന്മ, അതിനെയാണ് നാം മുൻഗണന നൽകേണ്ടത്. തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ തിന്മകൾ, അതിനെ നാം ഏറ്റവും ആദ്യം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കണമെന്നാണ് ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചത്. ലാ ലററ വലാ ളിറാർ, സ്വയം നമുക്കോ മറ്റുള്ളവർക്കോ ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളായിരിക്കണം ഒരു വിശ്വാസി. വിശ്വാസിയുടെ മുഖമുദ്ര അതാണ്. ആ വിശ്വാസി അവൻ്റെ ചെയ്തികൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ തനിക്ക് ഉപദ്രവകരമായി മാറരുത്, മനുഷ്യ സമൂഹത്തിന്, രാജ്യത്തിന് ആർക്കും ഉപദ്രവകരമായി മാറരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവനും അവൻ്റെ സമൂഹത്തിനും അവൻ്റെ നാടിനും
അവൻ ജീവിക്കുന്ന ഈ ലോകത്തിനും ഏറ്റവും ഗുണകരമായിരിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു. ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാമിക ശരീഅത്ത് ഹറാമാക്കി. നീതിയുടെയും സത്യത്തിൻ്റെയും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെയും മാതാപിതാക്കളോടുള്ള നല്ല ബന്ധം, നല്ല ഊഷ്മളമായ കുടുംബബന്ധം, സത്യസന്ധമായ വർത്തമാനങ്ങൾ, മനുഷ്യരോടും ഏത് ജീവജാലങ്ങളോടുമുള്ള കടപ്പാടുകൾ എന്തെല്ലാമാണോ അതെല്ലാം നിർവഹിക്കുന്ന ഉത്തരവാദിത്തബോധമുള്ള എല്ലാ കരാറുകളും പാലിക്കുന്ന അനുസരണയുള്ള മനുഷ്യൻ്റെ നേതൃത്വം, മനുഷ്യർക്ക് നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളോട് കൃത്യമായ നല്ല നിലപാട് പുലർത്തുന്ന, ഗുണകരമായ നിലപാട് പുലർത്തുന്ന ഒരാളാണ് സത്യവിശ്വാസി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ. അള്ളാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് നീതി കാണിക്കാൻ, നന്മ കാണിക്കാൻ. വ ഇതാഇദിൽ ഖുർബ, സ്വന്തം അടുത്ത ബന്ധുക്കൾക്ക് നല്ല കാര്യങ്ങൾ നൽകാൻ, ധർമ്മങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ. വയൻഹ അനിൽ ഫഹിശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഇസ്ലാം മനുഷ്യനെ വിരോധിക്കുന്നു. വൽ ബഗയ വല്ലുൽം, അതിക്രമങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ നിരോധിക്കുന്നു. യഅിദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനും സത്യം കണ്ടെത്താനുമാണ് ഈ ഉപദേശം നൽകുന്നത്. വഔഫു ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും, നിങ്ങൾ കരാറ് ചെയ്താൽ ആ കരാറ് നിങ്ങൾ പാലിക്കുക തന്നെ ചെയ്യണം. വലാ തൻഖുലുൽ ഐമാന ബഅദ തൗക്കീദിഹാ, ഒരു കരാറ് ബന്ധമുണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം ഒരിക്കലും നിങ്ങൾ ലംഘിക്കരുത്. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, അള്ളാഹുവിനെ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിയാക്കി നിശ്ചയിച്ചതിൻ്റെ ശേഷം ഒരിക്കലും കരാറ് ലംഘിക്കുന്നവരാവരുത്. ഇങ്ങനെ മാനവികതയുടെ ഉന്നതമായ സ്വഭാവ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിട്ടാണ് അല്ലാഹു തആല നമ്മളെ വിശ്വാസികളെ സൃഷ്ടിച്ചിട്ടുള്ളത്, വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. ഷഹാദത്ത് കലിമ ഉൾക്കൊണ്ട, വിശ്വാസകാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു സത്യവിശ്വാസിയോട് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ യഅ്മുറുക്കും, ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ആരോടാണോ ബാധ്യതയുള്ളത് അതവരോട് നിർവഹിച്ചു കൊടുക്കുക തന്നെ വേണം. ആർക്കൊക്കെയാണോ, ഏത് രംഗത്താണോ ഉത്തരവാദിത്തം നമുക്കുള്ളത്, അത് ഭരണകൂടത്തിനോടാവട്ടെ, സമൂഹത്തിനോടാവട്ടെ, കുടുംബത്തിനോടാവട്ടെ, നാം ചെയ്യുന്ന ആ ജോലിയുടെ ഉടമകളോടാവട്ടെ, ആ അമാനത്തെന്ന ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി നിർവഹിക്കാൻ അള്ളാഹു വിശ്വാസിയോട് കൽപ്പിക്കുന്നുണ്ട്. വൈദാ ഹക്കംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ നീതിപൂർവകമായ വിധിയാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. അതാണ് ഭൂമി നിലനിൽക്കാൻ, ഈ സമൂഹം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ളത്. നീതിപൂർവകമായ വിധി തീർപ്പുകളാണ്. ഇന്നല്ലാഹ നിഅമ്മാ യഅിദുക്കും ബിഹി, നിങ്ങളോട് അള്ളാഹു ഉപദേശിക്കുന്നത് വല്ലാത്ത നന്മയുടെ ഉപദേശമാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, എല്ലാം കാണുന്നവനും അറിയുന്നവനുമായിരിക്കുന്നു അല്ലാഹു തആല. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, റസൂലിനെ അനുസരിച്ച് ജീവിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ കൈകാര്യകർത്താക്കളായിട്ടുള്ള അധികാരികളെയും നിങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്നാൽ ഈ വല്ല കാര്യത്തിലും നിങ്ങൾ പരസ്പരം തർക്കിക്കുക, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നിങ്ങനെയുള്ള കാര്യത്തിൽ തർക്കിക്കുകയാണെങ്കിൽ ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും തർക്കത്തിൻ്റെ തീരുമാനം വിടുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് നല്ലത്. വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനത്തിന് ആവശ്യമായിട്ടുള്ളതും ആ ഒരു നിലപാടാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ശരീഅത്ത് നമ്മളെ
മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ 5 ഘടകങ്ങൾ നിലനിർത്തണമെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1, നമ്മുടെ ആദർശം നിലനിർത്തുക. 2, നമ്മുടെ ശരീരത്തിൻ്റെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇഹലോകത്തും പരലോകത്തും ശരീരത്തിൻ്റെ സൂക്ഷ്മമായ ഗുണകരമായ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങൾ. ഹിഫ്ളുദ്ദീൻ. 2, ഹിഫ്ളുൻ നഫ്സ്, സ്വന്തം ശരീരത്തിനെ സംരക്ഷിക്കേണ്ടത് ബാധ്യതയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ, നമ്മളുടെ ഉപയോഗകാര്യങ്ങളിൽ നഫ്സിന്, സ്വന്തം ശരീരത്തിന് ഗുണകരമല്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാനോ തിന്നാനോ കുടിക്കാനോ എടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. അതാണ് ഹിഫ്ളുദ്ദീൻ, ഹിഫ്ളുൽ നഫ്സ്. ഹിഫ്ളുദ്ദീൻ എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ നേരെ ചൊവ്വെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. ഹിഫ്ളുൽ അഖ്ല്, മൂന്നാമതായി ബുദ്ധിയെ സംരക്ഷിക്കുക. അള്ളാഹു നൽകിയ ഈ വിശേഷ ബുദ്ധി അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. ഈ അനുഗ്രഹീതനായ മനുഷ്യൻ തൻ്റെ ബുദ്ധിയെ സംരക്ഷിക്കണം. ബുദ്ധിക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കളടക്കം ആർഭാടങ്ങളും പേക്കൂത്തുകളും തോന്നിവാസങ്ങളും ഇതിൽ നിന്നെല്ലാം മുക്തമായി തൻ്റെ ബുദ്ധി എന്നും തെളിഞ്ഞു നിൽക്കുന്ന ബുദ്ധിയായിരിക്കണം. സമ്പത്ത് സംരക്ഷിക്കണം. നല്ല മാർഗത്തിൽ കൂടി സമ്പത്തിനെ നാം സമ്പാദിക്കണം. നല്ല മാർഗത്തിൽ ചെലവഴിക്കണം. ധൂർത്തടിക്കാൻ പാടില്ല, അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുത്തു വീട്ടണം. അതാണ് ഹിഫ്ളുൽ മാൽ. അഞ്ചാമതായി ഹിഫ്ളുൽ ഇർള്, അഭിമാന സംരക്ഷണം. നമുക്കൊക്കെ മനുഷ്യരെന്ന നിലക്ക് അഭിമാനമുണ്ട്. ഏതൊരു ചെറിയ മനുഷ്യനായിരുന്നാൽ പോലും അവൻ്റേതായ അഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും എന്തിൻ്റെ പേരിലായിരുന്നാലും, മതത്തിൻ്റെ പേരിലാവട്ടെ ജാതി വർഗത്തിൻ്റെ പേരിലാവട്ടെ, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതൊന്നും പാടില്ല, എടുക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ലെന്നാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഈ ഒരു മഹത്തായ 5 കാര്യങ്ങളുടെ സംരക്ഷണം, അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്, അതാണ് രാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ നിലനിൽപ്പ്. ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശരീഅത്ത് നിയമങ്ങളെ അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഈ 5 കാര്യങ്ങൾ നിലനിർത്തുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള അടിമയായി മാറുന്നു, സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുന്നു, ജീവിതത്തിൽ സൗഭാഗ്യവാനായി മാറുന്നു. എല്ലാ രംഗത്തും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മയും നേരും കളിയാടുന്ന ഒരു നല്ല ജീവിതം ഇഹലോകത്തും നാളെ പരലോകത്തും മനുഷ്യന് ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തൻ്റെ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാളക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ. മനുഷ്യരെ, നിങ്ങളുടെ രക്തം, വിശ്വാസികളെ മുസ്ലിങ്ങളെ മാത്രം വിളിച്ചുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രസംഗം നടത്തിയത്. മനുഷ്യ സമൂഹത്തിനോടാണ്, കാലാകാലവുമുള്ള മനുഷ്യ സമൂഹത്തിനോട്. നിങ്ങളുടെ രക്തം വിശുദ്ധമാണ്. ഒന്നിൻ്റെ പേരിലും, ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും സാമുദായികതയുടെ പേരിൽ, ഏതെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ മറ്റുള്ളവൻ്റെ രക്തം തൊട്ടുപോകരുത്, അത് നിഷിദ്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് അത് പരസ്പരം എടുത്തു പോകരുത്, നിഷിദ്ധമാണ്. അവനവനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ തൻ്റെ സമ്പത്ത് അതിക്രമിച്ചു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം അത് നിഷിദ്ധമാണ്, അതാരും തൊട്ടുപോകരുത്. വിശുദ്ധമായ അഭിമാനത്തെ അതിക്രമിക്കുക എന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചു, കഹുർമത്തി യൗമിക്കും ഹാദാ. ഈ ദുൽഹജ്ജ് 10ൻ്റെ വിശുദ്ധി എത്രത്തോളമുണ്ടോ, ഫീ ബലദിക്കും ഹാദാ, ഈ മക്കാ രാജ്യത്തിൻ്റെ വിശുദ്ധി ഭൂമിയിൽ എത്രത്തോളമുണ്ടോ, ഫീ ഷഹരിക്കും ഹാദാ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ മാസത്തിൻ്റെ വിശുദ്ധി എത്രമാണോ അത്രത്തോളം നിങ്ങളുടെ സമ്പത്തും അഭിമാനങ്ങളും നിങ്ങളുടെ രക്തവും വിശുദ്ധമാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ റബ്ബിൻ്റെ കീഴിൽ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ ബാധ്യത. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ മാത്രം, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യരെയോ ജിന്നുകളെയോ സൃഷ്ടിച്ചിട്ടില്ല. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്തി, പറയുക പ്രവാചകരെ, അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക, എൻ്റെ റബ്ബ് നീതിയാണ് കൽപ്പിച്ചത്. വ അഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, ഓരോ ആരാധനാ സ്ഥലത്ത് വെച്ചും നിങ്ങളുടെ മുഖത്തെ നേർക്കുനേരെ അള്ളാഹുവിങ്കലേക്ക് തിരിക്കണം. വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കണം. എന്തുകൊണ്ടെന്നാൽ കമാ ബദഅക്കും തഊദൂൻ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ
തുടങ്ങിയത് ആ തുടക്കത്തിലേക്ക് തന്നെ നിങ്ങൾ അള്ളാഹു മടക്കും. നാളെ പരലോകത്തിലേക്ക് നിങ്ങൾ വന്ന പോലെ തിരിച്ചു പോകേണ്ടി വരും. സൂറത്തു അഹ്റാഫിലെ 29-ാമത്തെ വചനം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലേക്കും ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞു സൂറത്തു നഹ്ലിൽ. എന്തിനാണ് നിയോഗിച്ചത്? അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അല്ലാഹുവല്ലാത്ത എല്ലാ ദുർമൂർത്തികളെയും അവരിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കണം. ഫമിന്നും മൻ അദല്ലാഹ്, എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സന്മാർഗം നൽകിയ ഭാഗ്യവാന്മാരുണ്ട്. വമിൻഹും മൻ ഹഖ്ഖത്ത് അലൈഹിമുൽ ളലാല, ഈ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാതെ ജീവിച്ചതിൻ്റെ പേരിൽ വഴി വിട്ടുപോയ തെറ്റിപ്പോയ ആളുകളുമുണ്ട്. ഫസീറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കുക. വഴി തിരിഞ്ഞു പോയവരെയും വഴി വിട്ടുപോയവരെയും വഴിയിൽ നേർമാർഗത്തിൽ വന്നവരെയും അവരുടെ ചരിത്രം നിങ്ങൾക്ക് കാണാം. ഫൻറുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ കള്ളമാക്കി ജീവിച്ച അവരുടെ ദുരന്ത പരിണിതി എന്തായിരുന്നു എന്ന് ഭൂമിയിൽ കൂടി നടന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അല്ലാഹു തആല ഒരുപാട് നല്ല ഉപദേശങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചു. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു തആല വിശുദ്ധമാക്കിയ ഒരു ശരീരത്തെയും നിങ്ങൾ കൊല്ലരുത്. എന്നാൽ ഒരാളെ കൊല്ലാനുള്ള ചില നിർബന്ധമായ ചില ശിക്ഷാമുറകളുണ്ട്. അത് ന്യായമാണ്. ആ ന്യായത്തിൻ്റെ പേരിലല്ലാതെ നിങ്ങൾ മനുഷ്യരെ കൊല്ലരുത്. വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾക്ക് പാടില്ലാത്ത ഭക്ഷണങ്ങൾ, പാടില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ കൊല്ലുന്ന, അല്ലെങ്കിൽ തിന്മയിൽ മുഴുകി ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന, ഒരു സ്വയം കൊലയ്ക്ക് വിധേയമാകുന്ന, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വഴുതിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവരുത്. കാരണം ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങളോട് കരുണയുള്ളവനാണ് അല്ലാഹു. നിങ്ങൾ നല്ലവരായി ജീവിച്ച് മരിക്കാനാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ഉമയ്യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമ, അതിക്രമമായിട്ടും അക്രമത്തോടുകൂടിയും അങ്ങനെയുള്ള ദുശ്ചെയ്തികളിലേക്ക് ആരെങ്കിലും കടന്നുപോയാൽ ഫസൗഫ നുസ്ലിഹി നാറ, അവനെ നാം നരകത്തിലിട്ട് കരിക്കുക തന്നെ ചെയ്യും. വക്കാന ദാലിക അലല്ലാഹി യസീറ, അതൊന്നും അള്ളാഹുവിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം അന്യായമായ മാർഗത്തിൽ കൂടി തിന്നരുത്. അതുകൂടി അള്ളാഹു പഠിപ്പിച്ചു. പലിശയിൽ കൂടി, കൈക്കൂലികളിൽ കൂടി, മറ്റു തരത്തിലുള്ള ദുരാചാരങ്ങളിൽ കൂടിയുള്ള പണം തട്ടുന്ന, തിന്നുന്ന ആ ഒരു കാര്യം അല്ലാഹു തആല വിരോധിച്ചു. ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാളിം മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവട മാർഗത്തിൽ കൂടി കിട്ടുന്ന ലാഭമല്ലാത്ത മറ്റു തരത്തിലുള്ള അന്യായമായ ഒരു സമ്പാദ്യവും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ബുദ്ധിയെ സംരക്ഷിക്കാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, വിശ്വാസികളെ, മദ്യം, അതുപോലെ തന്നെ ചൂതാട്ടം, അതുപോലെ നാട്ടകൾ, അതുപോലെ അമ്പ് വെച്ചുകൊണ്ടുള്ള അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരിൽ വിശ്വാസമർപ്പിച്ച് അമ്പ് കൊണ്ട് നറുക്കിട്ടെടുത്തുകൊണ്ടുള്ള അനാചാരങ്ങൾ, അതൊക്കെ പഴയ കാലത്ത് നിലനിന്നിരുന്ന അവിശ്വാസത്തിൻ്റെയും ബഹുദൈവ വിശ്വാസത്തിൻ്റെയും ലക്ഷണങ്ങളായിരുന്നു. മദ്യം അന്ന് അവർക്ക് അനുവദനീയമായിരുന്നു. ആ തരത്തിലുള്ള എല്ലാം അല്ലാഹു തആല റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാച്ചിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛതകളാണ് ഇതെല്ലാം, നിങ്ങൾ ഒഴിവാക്കണം. ഫജ്തനിബൂഹു, അകന്നു നിൽക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ, മദ്യം വ്യാപിപ്പിച്ചുകൊണ്ട് ചൂതാട്ടങ്ങളിൽ കൂടി നിങ്ങൾക്കിടയിൽ ശത്രുതയും കോപവും ഉണ്ടാക്കാനാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. സമാധാനപ്രിയനല്ല പിശാച്ച്, മനുഷ്യനെ നശിപ്പിക്കലാണ് പിശാച്ചിൻ്റെ ലക്ഷ്യം. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ്സല, അള്ളാഹുവിനെ ഓർത്തു ജീവിക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെ മാറ്റിവെക്കാനാണ് പിശാച്ച് മദ്യത്തിൽ കൂടി, ചൂതാട്ടത്തിൽ കൂടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആ പിശാച്ചിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഹല്ലൻ തുമ്മുൻതഹൂൻ, നിങ്ങൾ മാറാൻ, വിരമിക്കാൻ തയ്യാറുണ്ടോ എന്നല്ലാഹു നമ്മളോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസികളെ, മനുഷ്യൻ്റെ അഭിമാനം നമ്മൾ തൊട്ടു ഉപദ്രവിക്കരുത്. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു, സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്നവർ അവർ ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി
ആ കുറ്റത്തിൻ്റെ പേരിൽ അവരെ ഉപദ്രവിക്കുന്നവർ ഫഖദിഹ്തമലു ബുഹ്താനം വ ഇസ്മ മുബീന, മഹാ അപരാധവും വ്യക്തമായ കുറ്റവുമാണ് അവർ ചെയ്തതെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. വിശുദ്ധകളായ സഹോദരിമാരെ പറ്റി ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ അല്ലാഹു തആല മാരകമായ കുറ്റമായി അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാരെ പരിഹസിക്കുക സൂറത്ത് ഹുജറാത്തിൽ കാണാം. ലാ യസ്ഖർ ഖൗമുൻ യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. വിശ്വാസികളെ, ഒരു വിഭാഗം ആളുകൾ മറ്റുള്ളവരെ പരിഹസിക്കരുത്. ഒരുപക്ഷേ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം പരിഹസിക്കുന്നവരെക്കാളും ഉത്തമരായിട്ടുള്ളവർ. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. സ്ത്രീകൾ മറ്റു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്ന പെണ്ണുങ്ങളായിരിക്കാം പരിഹസിക്കുന്നവരെക്കാളും നല്ലവർ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ കുത്തുവാക്കുകൾ പറയരുത്. വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്. ചീത്തപ്പേരുകൾ വിളിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്. അതൊക്കെ മോശപ്പെട്ട കാര്യമാണ്. പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അവൻ അക്രമികളായി പോകും. ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന്, സാമൂഹ്യ ദ്രോഹങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. വിശ്വാസികളെ, വെറുതെയുള്ള ചീത്ത വിചാരങ്ങൾ വെച്ച് പുലർത്തരുത്. യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറം മിനല്ലന്നി. പല ഊഹങ്ങളും നിങ്ങൾ അകന്നു നിൽക്കണം. ഊഹങ്ങൾ അപകടമാണ്. ഇന്ന കസീറം മിനല്ലന്നി ഇസ്മുൻ ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ. ചില ഊഹങ്ങളൊക്കെ കുറ്റകരമായി തീരും. അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ രഹസ്യം നിങ്ങൾ ചൊയ്ഞ്ഞന്വേഷിക്കരുത്. മറ്റുള്ളവരെ പറ്റി നിങ്ങൾ പരദൂഷണം പറയരുത്. മറ്റൊരു സുഹൃത്തിനെ, നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ശവം, അവൻ്റെ ശവത്തിൽ നിന്ന് രക്തം മാംസമെടുത്ത് തിന്നുന്നതിന് തുല്യമാണ് അവനെ കുറ്റം പറയുക, അവനെ അധിക്ഷേപിക്കുക എന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്കിഷ്ടമില്ലല്ലോ. നിങ്ങളുടെ സഹോദരൻ്റെ മാംസം തിന്നുന്നത്, അവൻ്റെ മയ്യത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് തിന്നുന്നത് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ അവനെ അവൻ്റെ ഭാവത്തിലും അഭാവത്തിലും പരിഹസിക്കുന്നതും അവനോട് പരദൂഷണം പറയുന്നതിലും ഒരിക്കലും നിങ്ങൾ ഇഷ്ടമുണ്ടാവാൻ പാടില്ല. അതിൽ നിങ്ങൾ അകന്നു നിൽക്കണം. അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ 5 കാര്യങ്ങളുടെ നിലനിൽപ്പ്, അതിനുവേണ്ടിയായിരിക്കണം ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത്. അവൻ്റെ സ്വഭാവവും അവൻ്റെ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയായിരിക്കണം. അതിനോട് ആ ഒരു ഉത്തരവാദിത്തബോധം അള്ളാഹുവിനോടും മനുഷ്യരോടും നമുക്കുണ്ടായിരിക്കണം. ഈ മഹത്തായ 5 കാര്യങ്ങൾ, സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുക, സമ്പത്തിനെ സംരക്ഷിക്കുക, അഭിമാനത്തെ സംരക്ഷിക്കുക എന്ന് തുടങ്ങി ഈ 4-5 കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരാളിന് മാത്രമേ, കാലമില്ല, അതിന് സ്ഥലങ്ങളില്ല, എവിടെയായിരുന്നാലും ഏത് ഘട്ടത്തിലായിരുന്നാലും ഈ ഒരു സൂക്ഷ്മതാബോധം ജീവിതത്തിൽ നിലനിർത്തുന്നവനായിരിക്കും യഥാർത്ഥമായ വിശ്വാസി. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മഹത്തായ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു വേളയാണ് ഈ ഹജ്ജിൻ്റെ വേള. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യർ തമ്മിലുള്ള വിരോധങ്ങളോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലുള്ള പകയോ അസൂയകളോ വെളിപ്പെടുത്തേണ്ട സമയമല്ല ഇത്. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ കക്ഷിത്വത്തിൻ്റെ പേരിലോ ഏതെങ്കിലും തരത്തിൽ ഭിന്നത വെളിപ്പെടുത്തേണ്ട സമയമല്ല ഇത്. നേരെ മറിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒന്നിച്ചൊരു മനസ്സായിക്കൊണ്ട് ഏകനായ റബ്ബിൻ്റെ മാർഗത്തിൽ ഇവിടെ ഈ കർമ്മങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരിക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അസൂയപ്പെടുകയും നിങ്ങളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറഫ മരുഭൂമിയിൽ അല്ലാഹു തആല ആകാശലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മലക്കുകളോട് അഭിമാനപൂർവ്വം നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അത്രമാത്രം വിശുദ്ധരാണ് നിങ്ങൾ, അത്രമാത്രം ഉന്നതമായ സ്ഥാനത്താണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെയുള്ള ഒരു ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഇഖാമത്ത് വിളിച്ചു. എന്നിട്ട് നബി ളുഹറും അസറും 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ളുഹർ 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നീട് ഒരു ഇഖാമത്ത് കൊടുത്ത് അസറും 2 റക്അത്ത് ജമ്മും ഖസറുമാക്കിക്കൊണ്ട് കൂട്ടിയും ചുരുക്കിയും കൊണ്ട് നമസ്കരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒട്ടകപ്പുറത്ത്
കയറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഒരുപാട് ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ സ്മരിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ അറഫയിൽ വെച്ച് നബി പ്രാർത്ഥിച്ചു. സൂര്യൻ അസ്തമിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിലേക്ക് നീങ്ങി. മുസ്ദലിഫയിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശാന്തമായി വരിക, ശാന്തമായി വരിക. ആവേശത്തിൻ്റെ സമയമല്ല, ധൃതിയുടെ സമയമല്ല, ഭയപ്പാടിൻ്റെ സമയമല്ല. ശാന്തമായി മനഃശാന്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ മുസ്ദലിഫയിലേക്ക് കടന്നു വരിക. മുസ്ദലിഫയിലെത്തിയ ശേഷം 3 റക്അത്ത് ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ട് നബി നമസ്കരിച്ചു. പിന്നീട് 2 റക്അത്ത് മഗ്രിബ് 3 റക്അത്തും പിന്നീട് ഒരു ഇഖാമത്ത് കൊടുത്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു. തുടർന്ന് നേരം പുലരുവോളം ഫജ്ർ പ്രഭാതോദയം വരെ പ്രവാചകൻ ഈ മുസ്ദലിഫയിൽ അന്തി ഉറങ്ങി. അതിനുശേഷം ഉദയം വന്നപ്പോൾ നബി അവിടെ നിന്ന് എഴുന്നേറ്റു, പ്രാർത്ഥനകൾ നിർവഹിച്ചു, തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മീനായിലേക്ക് നീങ്ങി. മീനായിൽ ദുൽഹജ്ജ് 10-ാമത്തെ ദിവസം യൗമുൻ നഹറിൽ ജംറത്തുൽ അഖബ എന്ന ആ ആദ്യത്തെ മക്കയിൽ നിന്ന് വരുമ്പോൾ ആദ്യമായി കാണുന്ന അഖബയിലെ ജംറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ചെറിയ കല്ലുകൾ കൊണ്ട് എറിഞ്ഞു. അതിനുശേഷം തൻ്റെ ബലികർമ്മം നിർവഹിച്ചു. പിന്നീട് മുടിയെടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിൽ ചെന്ന് അന്നു തന്നെ ഇഫാലത്തിൻ്റെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന നിർബന്ധ ഘടകമായ തവാഫ് നിർവഹിച്ചു. പിന്നീട് മിനയിലേക്ക് തവാഫും സഅയും നിർവഹിച്ചു. പിന്നീട് മിനയിലേക്ക് മടങ്ങി വന്നു. മിനായിൽ അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്ന ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ തെഹ്ലീലും തക്ബീറും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി അവിടെ കഴിച്ചുകൂട്ടി. ആ 11, 12, 13 ദിവസങ്ങളിൽ 3 സ്ഥലങ്ങളിൽ ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ 3 ജംറകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലെറിയുകയും പ്രാർത്ഥനാനിരതമായി അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മീനായിൽ കഴിച്ചുകൂട്ടിയതിൻ്റെ ശേഷം നബി പറഞ്ഞു, നബി അനുമതി കൊടുത്തു, ദുൽഹജ്ജ് 11-നും 12-നും നിർബന്ധമായും നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം. 12-ന് കല്ലെറിഞ്ഞ ശേഷം പോകാൻ ബുദ്ധിമുട്ട്, ഇവിടെ മക്കയിൽ നിന്ന് മിനായിൽ നിന്ന് തിരിച്ചു പോകാൻ ആവശ്യമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാം. ആ ഒരു ഒഴികഴിവ് നബി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒഴികഴിവ് നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് കഅബയിലേക്ക് തിരിച്ചു. അവസാനത്തെ തവാഫുൽ വദാഉം നടത്തി. ഇതാണ് പ്രവാചകൻ്റെ ഹജ്ജിൻ്റെ ഒരു ചുരുക്ക വിവരം. അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഭവനത്തിൽ ഹജ്ജ് ചെയ്യുന്ന വിശ്വാസികളെ നാം ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റണം. അറഫാ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിട്ടില്ല. അതുപോലെ നാമും അറഫയിൽ നോമ്പനുഷ്ഠിക്കാതെ തന്നെയാണ് നിൽക്കേണ്ടത്. കാരണം കൂടുതൽ ദിക്റും തസ്ബീഹുകളും ആരാധനാകർമ്മങ്ങളും നിർവഹിക്കാൻ ഉന്മേഷം കിട്ടുക അപ്പോഴായിരിക്കും. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, ചോദിച്ചു വാങ്ങുക. അള്ളാഹുവിനോട് ആവശ്യങ്ങൾ എന്തെല്ലാമുണ്ടോ ഉദഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, വിനയത്തോടുകൂടി പതുക്കെ നിങ്ങളുടെ രക്ഷിതാവിനെ വിളിക്കുക. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഉദഊഹു ഖൗഫൻ വതമഅ, ഭയപ്പാടോടുകൂടി പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരോട് അടുത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബ ബന്ധങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് വസിയത്ത് ചെയ്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ കൂടുതൽ തൻ്റെ സുഹൃത്തിനു വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ മലക്കുകളും കൂടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയും. നമുക്കും ആ പ്രാർത്ഥന കിട്ടും, സഹോദരങ്ങൾക്കും കിട്ടുമെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ കഷ്ടതയനുഭവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. വിശേഷിച്ച് ഫലസ്തീനിലുള്ള ജനങ്ങൾ, അവർ കഷ്ടപ്പാടിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്.
ശത്രുക്കൾ അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നാട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർക്ക് നന്മകൾ നല്ലതുകൾ എത്തിച്ചു കൊടുക്കുന്ന, ജീവിത സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന എല്ലാവർക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നന്മ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരോടും നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ ഹാജിമാരോടും ഈ ഹജ്ജ് കർമ്മത്തിനും വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ അതിഥികൾ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഖാദിമുൽ ഹർമൈൻ ഷരീഫൈൻ അൽ മലിക് സൽമാൻ ബിൻ അബ്ദുൽ അസീസ്, ആ മഹാനായ മനുഷ്യന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സൽമാൻ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ അൽ അമീർ മുഹമ്മദ് ബിൻ സൽമാനും വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവരാണ് ഈ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ നൽകുന്നതിന് മുന്നിൽ നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ആ സൗകര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാണ്. അള്ളാഹുവേ, ഹാജിമാരിൽ നിന്ന് നീ സ്വീകരിക്കണമേ. അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണമേ. അവരുടെ നാടുകളിലേക്ക് സുരക്ഷിതരായി സന്തോഷത്തോടുകൂടി നന്മകൾ നേടിക്കൊണ്ട് തിരിച്ചു മടങ്ങാനും തിരിച്ചു പോകാനും അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് അർഹരാവാനും അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാനുമെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ. അവരെ എല്ലാ തിന്മയിൽ നിന്നും നീ രക്ഷിക്കണമേ. അവരുടെ മതത്തെയും അവരുടെ സമുദായത്തെയും അവരുടെ സമ്പത്തിനെയും അവരുടെ മതത്തെയും അവരുടെ ബുദ്ധിയെയും അഭിമാനത്തെയും നീ കാത്തുരക്ഷിക്കണമേ. എല്ലാ നല്ലതും അവർക്ക് നീ നൽകണമേ. എല്ലാ തിന്മയിൽ നിന്നും അവർക്ക് നീ രക്ഷ നൽകണമേ. അള്ളാഹുവേ, അവരുടെ മനസ്സിനെ നീ നന്നാക്കി തീർക്കണമേ. അവരുടെ രാജ്യങ്ങളിൽ അവർക്ക് സമാധാനവും ശാന്തിയും നിർഭയത്വവും നൽകണമേ. അവരുടെ കഷ്ടതകളിൽ നിന്നും വിശപ്പിൽ നിന്നും പരിഹാരം കാണിച്ചു കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണമേ. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങളെ അല്ലാഹുവേ നീ ഏറ്റെടുക്കണമേ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.